ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നപ്പോൾ ഞാൻ ബൗളും കുറച്ച് വെർമിസിലി ഇന്നലെ നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം വെർമിസിലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മുടെ അപ്പുകൂട്ടനും വാവയും പിന്നാലെ നടക്കാം, അമ്മ പായസം ഉണ്ടാക്കി തരുമോ പായസം ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ കിളിക്കൂട് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഞാൻ പായസത്തിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ തുടങ്ങിയ പിള്ളേരുടെ നിർബന്ധമാണ് പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പായസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് നമുക്കൊരു സന്തോഷം കൂടി ഉണ്ട്. നമ്മൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ എൻ്റെ പുതിയ ഫോണിൻ്റെ അൺബോക്സിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സ് വഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് കമൻറ്റ് ചെയ്യും, ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു പായസം. അപ്പോൾ നമ്മളിന്നിവിടെ സേമിയോ പായസമായിട്ടാ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേമിയോ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചയാണ് കേട്ടോ, അത് വറുത്തതല്ല. അപ്പോൾ നമ്മളിനി അതിനെ വറക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയാൽ 2 ടീസ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് നെയ്യ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ നെയ്യ് നന്നായി മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെർമിസിലി നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ അധികം കൂട്ടി വെക്കേണ്ട കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ വെർമിസിലി നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതവിടെ സെറ്റായിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ബൗളല്ല, ഒരു അടികട്ടിയായിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ലിറ്ററോളം പശുവിൻ പാലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പോളം തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഏലക്ക നന്നായിട്ട് പൊടിച്ച് ചതച്ചിട്ടുള്ളതാണ് കേട്ടോ, പൊടിച്ചിട്ടുള്ളതല്ല ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോഴേ നമുക്കിപ്പോൾ തന്നെ ആ പാല് കോരി കുടിക്കാൻ തോന്നും, നല്ല മധുരമല്ലേ. അപ്പോൾ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മളെ വെർമിസിലി തട്ടിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വാട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതറിയുന്ന സംഭവമൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ പായസം വെച്ചിട്ടാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അഭിയേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അഭിയേട്ടൻ വന്നപ്പോൾ അഭിയേട്ടനുള്ള പായസമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങാരോട് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, നീ കുടിക്ക്, നീ ടേസ്റ്റ് ചെയ്യ്, എന്നിട്ട് എനിക്ക് മതിയെന്ന്. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനെക്കാട്ടും ഇന്ന് ജീവിതത്തിൽ നല്ല മധുരം എന്ന് പറയുന്നത് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി, ഫോൺ കിട്ടി. ഇതിൽ പരം ഇരട്ടി മധുരം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു.